2026 മെയ് മാസത്തിൽ കേരളത്തിൻ്റെ കൂടെയാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ കൂടെയാണ് പുതുച്ചേരിയിലും. നിലവിൽ തമിഴ്നാട്ടിൽ DMK സഖ്യമാണ് അധികാരത്തിലെങ്കിലും മന്ത്രിസഭയിൽ DMKയിൽ നിന്നുള്ള അംഗങ്ങളല്ലാതെ മറ്റൊരാൾ പോലും അതിനകത്ത് ഇല്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ലോക്സഭയിൽ പോലും തമിഴ്നാട്ടിൽ നിന്ന് 9 അംഗങ്ങളുള്ള കോൺഗ്രസ്, 18 നിയമസഭാ MLA മാർ ഉള്ള കോൺഗ്രസ് എന്തുകൊണ്ട് DMKയുടെ മന്ത്രിസഭയിൽ അംഗമല്ല എന്നുള്ളത് അവരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. സഖ്യത്തിൻ്റെ പേരിലെങ്കിലും മന്ത്രിസ്ഥാനം നൽകേണ്ടതാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് കോൺഗ്രസ് അയൽ സംസ്ഥാനങ്ങളെ കണ്ടുപിടിക്കൂ എന്നുള്ളതാണ്. തൊട്ടയൽ സംസ്ഥാനമായ ആന്ധ്രയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുണ്ട് TDPക്ക്. എന്നിട്ടും അവിടുത്തെ സഖ്യകക്ഷിയായ ജനസേനയുടെ നേതാവായ പവൻ കല്യാണിനാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് അത്തരത്തിൽ കൂടുതലായി ഒന്നും ചോദിക്കുന്നില്ല. 3 മന്ത്രിസ്ഥാനമെങ്കിലും തരാൻ ബാധ്യസ്ഥരാണ് DMK എന്നുള്ളത് മനസ്സിലാക്കൂ എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ സഖ്യസാധ്യത നിലനിർത്തേണ്ടത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ എന്തുകൊണ്ട് ഇത്തരത്തിൽ തഴയുന്നു എന്നത് വലിയ ചോദ്യമായ വിഷയമാണ്. DMKക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ കോൺഗ്രസിനെ പരിഗണിക്കേണ്ടത് അത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയൂ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. സ്റ്റാലിനും കോൺഗ്രസും തമ്മിൽ അകൽച്ചയിലാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരോടും കൃത്യമായ മറുപടി കോൺഗ്രസ് പറയുന്നു. മുന്നണിയാവുമ്പോൾ സ്വാഭാവികമായി ഉരസലുകൾ ഉണ്ടാകും. അത് പക്ഷേ പ്രശ്ന സങ്കീർണമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അണ്ണാമലൈ ഒരുപാട് നാളായി കൊതുക്കറവും കൊണ്ട് നടക്കുകയാണ്. അദ്ദേഹത്തിന് കോയമ്പത്തൂരോ ജയിക്കാൻ കഴിഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിന് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് ശ്രമിക്കുന്നു. അപ്പോഴാണ് വിജയ് തമിഴക വെട്രിക്കഴകവുമായി കൃത്യമായ രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. തമിഴക വെട്രിക്കഴകവും AIADMKയും സഖ്യത്തിലാകും എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും അത് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടായി മാറിക്കഴിഞ്ഞിട്ടില്ല. TVK ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള നിമിഷം രാഷ്ട്രീയ പ്രവേശനം നടത്തുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. വിജയെ സംബന്ധിച്ചിടത്തോളം മുതലൈമയിച്ചറാവുക, അതായത് മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമോ ആ സഖ്യകക്ഷികളുമായി സഹകരിക്കാം എന്നുള്ളതാണ് വിജയ് ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വൻ ചർച്ചാ വിഷയമായി മാറുന്ന കാര്യമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് വീണ്ടും, അതായത് TVKയുടെ 1ാം വാർഷിക സമയത്ത് വിളിച്ചു ചേർത്ത ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ക്വിറ്റ് മോദി ക്വിറ്റ് സ്റ്റാലിൻ എന്നാണ്. ഭാരതത്തിൽ നിന്നും നരേന്ദ്രമോദി ഭരണം തൂത്തെറിയണം, തമിഴ്നാട്ടിൽ നിന്നും സ്റ്റാലിൻ ഭരണവും തൂത്തെറിയണം എന്നുള്ളതാണ്. അപ്പോഴാണ് അണ്ണാമലൈ ചോദിച്ചത്, ഇത് എന്ത് രീതിയിലുള്ള മെസ്സേജാണ് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഏത് രീതിയിലുള്ള സംഭാഷണമാണ് പോകുന്നത്? നിങ്ങൾക്ക് വ്യക്തമായൊരു ഐഡിയോളജി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പാർട്ടി രൂപീകരിച്ച് ഇത്തരത്തിലാണ് അണ്ണാമലൈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഏതായാലും വിജയുടെ മുന്നണി പ്രവേശനം തീർച്ചയായും വലിയ ഇമ്പാക്റ്റാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.